നമസ്കാരം. സ്പീഡ് ന്യൂസ്. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പ്രമേയത്തിൽ ഉറച്ചും സർക്കാർ ഇടപെടൽ കാത്തും പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ. വയനാട്ടിൽ നിന്ന് പിടികൂടിയ നരഭോജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചു. 13 വയസ്സുള്ള ആൺകടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് അധികൃതർ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് EDക്ക് മുന്നിൽ ഹാജരായി. 3ാം തവണയാണ് വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടെന്നും ഉന്നതതല യോഗം വിലയിരുത്തി. കൊടുങ്ങല്ലൂരിൽ ചാരായം വാറ്റാനായി സൂക്ഷിച്ച വാഷും 110 ഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ആനാപ്പുഴ തായാട്ടുപറമ്പിൽ ഗോകുലനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ നടു റോഡിൽ ചരക്ക് ലോറി തകരാറിലായത് നഗരത്തെ ഗതാഗത കുരുക്കിലാക്കി. മരത്തടി കയറ്റി വന്ന ലോറിയാണ് നഗരസഭാ ഓഫീസിന് സമീപം തകരാറിലായത്. തുടർന്ന് നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ കുചേല ദിനം ആഘോഷിക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി 30ഓളം ശിഷ്യർ കുചേലവൃത്തം കഥകളി പദങ്ങൾ ആലപിക്കും. തൃശൂർ ആമ്പക്കാട് ജംഗ്ഷന് സമീപം പ്ലൈവുഡുമായി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ലോറി മറയുന്നത് കണ്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ നഗരസഭ സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ അധികൃതർ നോട്ടീസ് നൽകി. അനുമതിയില്ലാതെയാണ് റെയിലിന് മുകളിലെ പാലത്തിലൂടെ ഇലക്ട്രിക് വയറിംഗ് നടത്തി LED തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് ജില്ലാ സമ്മേളനം പുതുക്കാട് സമാപിച്ചു. പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിഗർ പെരിങ്ങാല ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഡിസംബർ 18 മുതൽ 25 വരെയാണ് ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം നടക്കുക. എരുമപ്പെട്ടി പഞ്ചായത്ത് വൃത്തി ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഹരിതമിത്രം ബയോ കമ്പോസ്റ്റ് ജൈവവളം വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UK മണിക്ക് നൽകി ആദ്യ വിതരണം നടത്തി. വടക്കാഞ്ചേരി സ്മാർട്ട് കൃഷി ഭവൻ നിർമ്മാണോദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ചെറുതുരുത്തി ചുങ്കത്ത് ബസിൽ യുവതിയുടെ പേഴ്സ് കവർന്നു. ബസിൽ സ്ഥാപിച്ച CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും പ്രവാസിയായ കോടാലി സ്വദേശി ദിവാകരനും ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്തിലെ നിർധനരായ 100 കിടപ്പ് രോഗികളുടെ കുടുംബങ്ങളിലേക്ക് ക്രിസ്മസ് ന്യൂ ഇയർ കേക്കുകൾ വിതരണം ചെയ്തു. പാലിയേറ്റീവ് നഴ്സുമാരായ PA സിസിലി KK ജീജ എന്നിവർക്ക് കേക്കുകൾ കൈമാറി. SI ദാസൻ മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെയും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെയും പരിധിയിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വൈകല്യ നിർണയ മെഡിക്കൽ ക്യാമ്പും UDID അദാലത്തും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി ഭിന്നശേഷിക്കാർക്ക് അദാലത്ത് സംഘടിപ്പിച്ചു. 400ഓളം പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. പ്രവാസിയായിരിക്കെ മരണമടഞ്ഞ എടത്തുരുത്തി പല്ല സ്വദേശി ശാന്തിപുരത്ത് ഇസ്മായിലിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബുവിൽ നിന്ന് ഇസ്മായിലിന്റെ സഹോദരൻ SI യൂസഫ് അലി തുക ഏറ്റുവാങ്ങി. ഗുരുവായൂരിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുത്തമ്പള്ളി കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിലാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. നവകേരള സദസ്സിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ പടിഞ്ഞാറെ വെമ്പല്ലൂർ അസ്മാബി കോളേജ് മൈതാനത്തിന്റെ ചുറ്റുമതിൽ പുനഃസ്ഥാപിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് SN മണ്ഡലം കമ്മിറ്റിയും KSU അസ്മാബി കോളേജ് യൂണിറ്റും ചേർന്ന് മനുഷ്യമതിൽ തീർത്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ എംഒ റോഡിൽ കൗൺസിൽ തീരുമാനമില്ലാതെ നിരവധി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ പരസ്യ ബോർഡുകളിൽ പഴയ ചാക്ക് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ചെപ്പല്ലൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പുലരി ചിൽഡ്രൻസ് വേൾഡിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പുലരി അവാർഡുകളുടെ വിതരണം ഈ മാസം 29-ന് ജവഹർ ബാലഭവനിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. ചടങ്ങിൽ CR ദാസ് എഴുതിയ ഓസ്ട്രേലിയൻ യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 3-ന് തൃശൂരിൽ മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. നേരത്തെ ജനുവരി 2-ന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം ജനുവരി 3-ലേക്ക് മാറ്റുകയായിരുന്നു. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. രാത്രി 7:30-ന് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിക്കും. ഏനമക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിലെ തിരുനാൾ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. ജനുവരി 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 43ാമത് തൃശൂർ പുഷ്പോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. കളക്ടർ VR കൃഷ്ണതേജ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യും. ജനുവരി 1-ന് പുഷ്പോത്സവം സമാപിക്കും. ആദ്യകാല ഹാർമോണിസ്റ്റും ഗായകനുമായിരുന്ന പരമൻ അന്നമനറയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 2ാമത് സർഗപ്രഭ പുരസ്കാരം ഗായകൻ P. ജയചന്ദ്രന് സമ്മാനിക്കും. ജനുവരി 26-ന് അന്നമനറയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തും. ഒളരി മദർ ആശുപത്രി റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സിറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ പദ്ധതിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം നിർവഹിക്കും. അഴീക്കോട് മാർത്തോമ തീർത്ഥകേന്ദ്രത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ഹാർമണി ഫെസ്റ്റിവൽ ജനുവരി 12, 13, 14 തീയതികളിൽ നടക്കും. ഹാർമണി ഫെസ്റ്റിവൽ അവാർഡ് ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിക്കും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ 28ാമത് ജില്ലാ സമ്മേളനം സാഹിത്യ അക്കാദമി ഹാളിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. KGOF ജില്ലാ പ്രസിഡന്റ് KR അജയ് അധ്യക്ഷനായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുല്ലശ്ശേരി മേഖല സംഘടിപ്പിച്ച ഗ്രാമശാസ്ത്ര പദയാത്രയ്ക്ക് വെങ്കടങ്ങ് സെന്ററിൽ സ്വീകരണം നൽകി. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഫെബ്രുവരി 9 മുതൽ 16 വരെ തൃശൂരിൽ സംഘടിപ്പിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ വിഭാഗങ്ങളിലായി 25 നാടകങ്ങൾ അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ അരങ്ങേറും. തലൂരിൽ വഴിയാത്രക്കാരനെ ഇടിച്ച നിയന്ത്രണം വിട്ട് മറിഞ്ഞു വീണ ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. മാളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാടൂക്കാട് സ്വദേശി താണി വീട്ടിൽ ദേബുവിനാണ് പരിക്കേറ്റത്. കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രിയുമായ KP വിശ്വനാഥന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കോടാലി ആൽത്തറയിൽ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ അധ്യക്ഷനായിരുന്നു. മുല്ലശ്ശേരി മധുക്കര കോൾപ്പടവിലെ നെൽകൃഷിയിൽ കുഴൽ പുഴു വ്യാപകമായി. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി പാടശേഖരം സന്ദർശിച്ച് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യകലാകാരൻ കൊടകര സജിയുടെ ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണ മാരാർ അധ്യക്ഷനായിരുന്നു. തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഇക്കണ്ടവാര്യർ റോഡിലെ ജോസ് ആലുക്കാസ് സ്ക്വയറിൽ ഫുഡ് കോർട്ടും മ്യൂസിക് ബാൻഡ് മത്സരവും സംഘടിപ്പിക്കും. ഈ മാസം 22 മുതൽ 30 വരെ നടക്കുന്ന മ്യൂസിക് ബാൻഡ് മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മ്യൂസിക് ബാൻഡുകൾ പങ്കെടുക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുശീല ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ ഉദ്ഘാടനം ചെയ്തു. തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷം നടന്നു. തജ്നീദ് ക്ലബ്ബ് സെക്രട്ടറി ഷെഫീഖ് വെൺമേനാട് അധ്യക്ഷത വഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.